അധരം സഖി മധുരം നീയേകിടാമോ മിഴിയാം കടൽ തിരയിൽ ഞാൻ നീന്തി വന്നു ഹൃദയം നിൻ മണിമാറിൽ ഒരു ഹാരം പോൽ ചൂടാം വരു നീരാഗലോലേ ഓ ഓ യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ പാടിയാണ് നമ്മൾ ഉം. തുടങ്ങുന്നത്. ഗാനമേളകൾക്കൊക്കെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കുട്ടിക്കാലം മുതൽ കേട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ശൈലിയും ഉം. ശബ്ദവും ഒക്കെ അതാണ്. സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത് സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഈ പാട്ട് അധരം സഖി ഉൾപ്പെടെ പല പാട്ടുകളും അദ്ദേഹത്തിന് പാടാൻ വേണ്ടി തയ്യാറാക്കിയ ആ. പാട്ടുകളായിരുന്നു. വിനയൻ സാറാണ് എനിക്ക് ചാൻസ് തരുന്നത്. അപ്പം മോഹൻ ചേട്ടനെ എനിക്ക് അതിന് മുമ്പ് അറിയില്ല. അപ്പോൾ വിനയൻ സാർ എന്നോട് പറഞ്ഞു നീ മോഹനെ ഒന്ന് പോയി കാണും ഉം. എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ഈ ട്രാക്ക് എന്നെ കേൾപ്പിക്കുന്നു, ഞാൻ പഠിച്ചിട്ട് പാടുന്നു. അതിനപ്പുറത്തേക്ക് അതിന് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് യേശുദാസ് സാറിൻ്റെ ശബ്ദത്തിനും ശൈലിക്കും നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഉം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി വന്നിട്ടുള്ള, അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പാടിയപ്പോൾ എവിടേക്കോ അതിൻ്റെ ഒരു എവിടെയെങ്കിലും ഒക്കെ എന്താ പറയുക ചില ടച്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അദ്ദേഹം എപ്പോഴും എന്താ പറയുക അപ്രാപ്യനും നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു വലിയ ഗിരി ശൃംഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.